വൈറ്റ് സോസിൽ നല്ല ഒരു പാസ്ത ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്ത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. വെള്ളം, ഉപ്പും ചേർത്ത് 1 സ്പൂൺ ഓയിലും കൂടി അതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. വെള്ളം നന്നായിട്ട് ചൂടായി വരുമ്പം പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 6-7 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വെന്ത് വന്ന പാസ്ത നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. വെള്ളം ഒന്ന് വാർന്ന് കിട്ടാൻ വേണ്ടി നമ്മളൊരു കിഴുത്തപ്പാത്രത്തിലേക്ക് എല്ലാം കൂടെ കോരി വെച്ചു. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ആ പാത്രത്തിലെ വെള്ളം മാറ്റി അതിലേക്ക് തന്നെ നമ്മൾ 1 സ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്ത് അതൊന്ന് മെൽറ്റായി വരുമ്പം അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത ക്യാരറ്റ്, സവോള ഇവ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിനാവശ്യമായ ലേശം ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്ത വെജിറ്റബിൾസ് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. എല്ലാത്തിനും നമ്മൾ ഈ ഒരേ പാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് തന്നെ നമുക്ക് 1 പീസ് ബട്ടർ കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വരുമ്പം അതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത നമ്മുടെ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ വെളുത്തുള്ളി ഒരു 5-6 അല്ലി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെളുത്തുള്ളി വഴന്നു വരുമ്പം അതിലേക്ക് വലിയ 2 സ്പൂൺ മൈദ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ നന്നായിട്ടൊന്ന് ചൂടായി വരണം. വഴന്നു വന്ന മൈദയിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. സോസിനാവശ്യമായ പാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. കട്ട കെട്ടാതെ പാൽ ഒഴിച്ചു കൊടുത്ത മൈദ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. പാലിൽ കിടന്ന് മൈദ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെയും കുറുകി സോസിൻ്റെ പാകമാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച പാസ്ത ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് വഴറ്റി വെച്ച വെജിറ്റബിൾസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി, ചില്ലി ഫ്ലെക്സ് ഇവ നമുക്ക് ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ